തന്റെ നിയമസഭാ മണ്ഡലമായ പാലക്കാട് സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്വകാര്യ ചടങ്ങുകൾക്കപ്പുറം സർക്കാർ പരിപാടികളിലും എം.എൽ.എ. സാന്നിധ്യം അറിയിച്ചു. CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ തരുവക്കുരിശി വാർഡിലെ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത്. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് DYFI പറയുമ്പോഴാണ് സർക്കാർ പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത്. അംഗൻവാടി വർക്കർ, ആശാ വർക്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം പരിപാടിയുടെ ഉദ്ഘാടനം രാഹുലാണ് ചെയ്യുന്നതെന്ന ബോർഡോ നോട്ടീസോ ഇറക്കിയിരുന്നില്ല. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് പിന്നാലെ പാലക്കാട് തിരിച്ചെത്തിയ രാഹുൽ 3 സർക്കാർ പരിപാടികളിലാണ് പങ്കെടുത്തത്. കഴിഞ്ഞയാഴ്ച പാലക്കാട് ബംഗളൂരു KSRTC AC ബസ് സർവീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് DYFI പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലാണ് KSRTCയുടെ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പങ്കെടുത്തത്. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ പങ്കെടുത്ത ആദ്യത്തെ സർക്കാർ പരിപാടിയായിരുന്നു ഇത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡ് കുടുംബശ്രീ പരിപാടിയുടെ ഉദ്ഘാടനവും രാഹുൽ നിർവഹിച്ചിരുന്നു. ഇന്ന് രായിരി പഞ്ചായത്തിലെ പൂഴിത്തോട് റോഡിന്റെ ഉദ്ഘാടനവും രാഹുൽ നിർവഹിക്കും. രാഹുലിന് അഭിവാദ്യം അർപ്പിച്ച് മുസ്ലിം ലീഗ് ഫ്ലെക്സ് ബോർഡ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് റോഡ് ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് MLAയുടെ പരിപാടി. അതുകൊണ്ട് തന്നെ CPM BJP പ്രതിഷേധം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇതുവരെ പാലക്കാട്ടെ രാഹുലിന്റെ പൊതുപരിപാടികൾ ആരെയും അറിയിക്കാതെയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാതെയുമാണ് നടത്തിയിരുന്നതെങ്കിൽ റോഡ് ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് നടത്തുന്നത്. വിവാദങ്ങളുണ്ടായി 1.5 മാസത്തിനു ശേഷമാണ് രാഹുലിന്റെ പേരിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് മണ്ഡലത്തിൽ സ്ഥാപിക്കുന്നത്. പരിപാടിയിൽ പ്രതിഷേധവുമായി എത്തുമെന്നാണ് BJPയും DYFIയും അറിയിക്കുന്നത്. പിരായിരി പഞ്ചായത്തിലെ പുളിക്കുന്നം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. MLA ഫണ്ട് അനുവദിച്ച രാഹുൽ പുളിക്കുന്നം കോൺക്രീറ്റ് റോഡെന്ന സ്വപ്ന പദ്ധതിക്ക് MLA ഫണ്ട് അനുവദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച വാർഡ് മെമ്പർ H. ഷമീറിനും അഭിനന്ദനങ്ങൾ എന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. 10 ലക്ഷം രൂപ MLA ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇതിനാൽ തന്നെ MLA ആണ് റോഡ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനം ഇത്തരത്തിൽ തീരുമാനിച്ചതെന്നും വാർഡംഗം H. ഷമീർ പറഞ്ഞു. എന്തായാലും വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ രാഹുൽ പരിപാടികളിൽ സജീവമാകുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ തന്നെ 3 പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. CPMും BJPയും ഇതെല്ലാം തടയുവാൻ രംഗത്ത് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്.